ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇപ്പോൾ നമ്മുടെ ലോകത്ത് ഫുൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ഇറാൻ, അമേരിക്ക, ഇസ്രയേലൊക്കെ തമ്മിൽ. ബട്ട് ഇത് ഇത്ര ക്രൂഷ്യലാണെന്ന് ഞാൻ അറിഞ്ഞത് ഇന്നലെ ആട്ടാ. സീരിയസ്ലി ഞാൻ പറയാം. പക്ഷെ എനിക്ക് യുദ്ധം നടക്കണ്ടെന്നൊക്കെ അറിഞ്ഞു, പക്ഷെ നമ്മളത് ഇത്ര എഫക്റ്റ് ചെയ്യുന്നുള്ളത് ഇന്നലെയാണ് അറിഞ്ഞത്. അപ്പം എന്നെ ശിവി ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നിട്ടാ. എന്നിട്ട് അവൻ പറഞ്ഞു ഹോട്ടലിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കാൻ നോക്കിയപ്പോൾ അവിടെ ഫുഡൊന്നും ഇല്ലെന്ന്. എന്താ നോക്കുമ്പോൾ ഗ്യാസ് തീർന്നെന്ന് പറഞ്ഞെന്ന്. അപ്പോഴാണ് ഞാൻ അയ്യോ ഇത് ഇത്രയൊക്കെ ആയോ എന്നുള്ളത്. എൻ്റെ ആൾ മൊത്തത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ അവനെ വിളിച്ചിട്ട് ഈ യുദ്ധത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ എന്താവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ. ആള് മൊത്തത്തിൽ ടെൻഷനാണ്. പക്ഷേ ഇവനെ വിളിക്കാം. ഹലോ, നീ വല്ലതും അറിയണ്ടാ? കൊച്ചിയിലിതാ മൂന്നാമത്തെ റഷ്യൻ കപ്പലെത്തിയത്. റഷ്യന്റെ മൂന്നാമത്തെ കപ്പൽ കൊച്ചിയിലെത്തിയത്. ആ, ഇറാന്റെ സോറി. രാവിലെ ടെൻഷനായിരിക്കല്ലേ. ഇനി പിന്നാലെ അമേരിക്കന്റെ കപ്പലും വന്നാലോ? എന്ത് ചെയ്യാൻ? ഞാൻ ഒരു തീരുമാനം എടുത്തു. ഞാൻ ഇനി നിന്റെ അടുത്ത് പറയുന്നില്ല, പിടിച്ചില്ല, അതൊന്നും നീ പറയണ്ട. പറയട്ടെ? അല്ല, നീ വരണ്ടെങ്കി വാ. ഞാൻ രണ്ടും കൽപ്പിച്ചിട്ടില്ലേ, നോർത്ത് കൊറിയക്ക് വണ്ടി കയറാൻ പോവാണ്. കിമ്മണ്ണന്റെ അടുത്തേക്ക്, മാസിന്റെ അടുത്തേക്ക് വരണ്ട നീ. എന്തിനാ? എന്ത്? അവിടേക്ക് പോവാന്നാ? അവിടെ പോയ ജീവനെങ്കിലും കിട്ടും. ആ, അവിടെയില്ലേ? എനിക്കറിയില്ല. പിന്നെ അമേരിക്കൻ ടീം വന്ന ഇവിടെ തന്നെ യുദ്ധമാവും. ഒക്കെ കൂടെ ടെൻഷൻ ആവുന്നുണ്ട്. അതല്ല, മറ്റേ നോർത്ത് കൊറിയക്ക് പോയി കഴിഞ്ഞാലേ അയാളുടെ പിന്നെ ആയുധം ഉണ്ടാ ഇല്ലയോന്നൊന്നും അറിയില്ല. പക്ഷെ ആള് മാസം അടിച്ചിട്ട് വിറപ്പിച്ച് നിർത്തിയിട്ടുണ്ട് ബാക്കി രാജ്യങ്ങളിലേക്ക് അല്ലേ? അറിയില്ല, ആള് മാസം ഡയലോഗില് എത്ര വിറച്ചിരിക്കുന്നു ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ. എന്തായാലും അവിടെ പോവാ. ആളുടെ ഡയലോഗ് കേട്ടാലും എന്ത് പോയി ജീവനെങ്കിലും ഉണ്ടാവും. ആ, എന്തിനാ? ഇറാന്റെ കപ്പലിനെയാ? എനിക്കറിയില്ല. പിന്നെ ഒരു കപ്പലില്ലേ, ഇറാന്റെ കപ്പല് വന്നിട്ട് തിരിച്ചു പോകുമ്പോഴില്ലേ അമേരിക്ക അറ്റാക്ക് ചെയ്തവേ, എന്തോ ഇന്ത്യന്റെ ബോർഡർ ക്രോസ് ചെയ്തതോ അറ്റാക്ക് ചെയ്തോന്ന്. ഇത് ട്രംപ് ചെയ്യണ പരിപാടിയാണ് ഇതൊക്കെ. നീ ആരുടെ കൂടെയാണ് ഈ യുദ്ധത്തില്? ഇപ്പോഴൊക്കെ നമ്മള് വല്ല ദുബായിലൊക്കെ ആണ് പറഞ്ഞ അവസ്ഥ നോക്ക്. പേടിച്ച് വിറച്ചിരിക്കേണ്ടി വരും. ആര്? എനിക്കൊന്ന് ടെൻഷൻ ആവണം അതവിടെ നിക്കുമ്പോ. പോയാന്നറിയില്ല. ഇനി അമേരിക്കക്കാര് പിന്നാലെ വരും തോന്നുന്നു യുദ്ധത്തിന്. എനിക്കറിയില്ല, പോയിട്ടുണ്ടാവുമായിരിക്കണ്ടേ. ഇറാൻകാരിക്കാ? അത് കൊഴപ്പില്ല. അത് ചോറിനേക്കാളും വലുതല്ലേ ജീവൻ. അതല്ലേ അവരിവിടെ എത്തിയിരിക്കണേ. എന്തെടുത്ത് വെക്കാൻ വന്നത്? എടുത്തു വെച്ചത് തപ്പി അമേരിക്കക്കാര് പിന്നാലെ വരുന്ന്. അപ്പോഴേക്ക് ഇന്ത്യ ബ്ലോക്ക് ആക്കുമായിരിക്കും. ഗ്യാസ് കിട്ടുന്നില്ലേ? നിന്റെ അടുത്ത് ഹോട്ടലൊക്കെ തുറന്നിട്ടുണ്ടാ ഇപ്പോഴും? കൂട്ടി അപ്പൊക്ക അല്ലേ? ഇതൊക്കെ ട്രംപ് ചെയ്യണ പരിപാടിയാണ്, നമ്മളെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കാൻ. അതന്നെ എനിക്കും അറിയാത്ത. ഇയാളില്ല എന്തിനാ അറിയപ്പോ ഈ യുദ്ധം തുടങ്ങിയത്? മറ്റേ എപ്സ്റ്റീൻ ഫയൽസ് വേണ്ടിട്ട് ഇയാൾക്ക് മൊത്തം നെഗറ്റീവ് വന്നില്ലേ? ആ, അത് മാറ്റാൻ വേണ്ടിട്ട് ഇയാള് അത് മാറ്റി അതെല്ലാരും മറക്കാൻ വേണ്ടിട്ടാണ് ഒരു യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ എല്ലാരും ഈ യുദ്ധത്തിലല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യാ.
അതന്നെ നടക്കുള്ളൂ. അല്ലാണ്ട് പിന്നെ അയാൾ ആവശ്യമില്ലാണോ ഓരോ യുദ്ധത്തിന് നിന്നാ? എന്നിട്ട് ഇയാള് മറന്നിട്ടില്ലല്ലോ, അതാണ് ഇയാള് കാണിക്കണത് ഓരോന്ന്. എന്ത് ചെയ്യാ? അയാൾ പോയിക്കന്നെ യുദ്ധം നിൽക്കുകയായിരിക്കും. സോഡിയം കമ്മി ചെയ്താണെന്നാ നീ പറയുന്നത്? ഇയാളെ മണ്ടത്തരോ പറയണത്. ഇത് ചെയ്യാനും കുറച്ച് ആൾക്കാർ നിൽക്കണു, അതാണ് പ്രശ്നം അല്ലേ? ഇയാൾ എല്ലാത്തിനെയും വിളിച്ച് കൊച്ചിയില് നിർത്തിയിട്ടുണ്ട്. അറിയില്ല, ഇനി നമുക്ക് എറണാകുളം വഴിക്കൊന്നും പോണ്ട അടുത്തൊന്നും. എപ്പോ വേണമെങ്കിൽ യുദ്ധം വരാം. എന്ത് ആടാ? ഇതില്ലേ മറ്റേ നോർത്ത് കൊറിയക്കാരനില്ലേ, മറ്റവൻ മാസിന് എന്താണ് യുദ്ധത്തിന് ഇറക്കാത്തത്? മാസ് ആദ്യം തന്നെ അണുവായുധം കൊടുത്ത് ഉപയോഗിക്കുന്നത്. ആള് ആൾ ടെററല്ലേ ഇത്തിരി. ഇവരൊക്കെ ലാസ്റ്റ് എടുത്ത് വെച്ച സാധനം ആള് ഫസ്റ്റ് എടുക്കുന്നത്. കടയത്തെ വലിയച്ച എന്ത് പറയണ്? യുദ്ധമൊക്കെ കേട്ടതും എന്ത് പെട്രോളാ? ഇയാളെന്തിന് ഇപ്പൊ തന്നെ ഫുൾ ടാങ്ക് അടിച്ചിന്? പെട്രോളൊക്കെ നിക്കും മട്ടാ. നല്ല കാര്യം. വന്ന് ഇനി ഇന്ത്യ എത്തുവോ? നിനക്ക് എന്ത് തോന്നണ്? അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റണ്? എനിക്ക് യുദ്ധം വന്ന്, പക്ഷെ ഇന്ത്യക്കാരെല്ലാവരുടെ അടുത്ത് സമാധാനത്തിലാണ്. എന്നാലും ഇവിടെ എത്തുവോന്നാണ് എന്റെ ടെൻഷൻ. വിറക് പെറുക്കാൻ അമ്മ വിളിക്കുകയാണ് ഗൈസ്. ശരി എന്നാ ഗൈസ്, അപ്പം അത്രേ ഉള്ളൂ. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള പ്രവാസികളൊക്കെ സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ സെറ്റാവും, കൂളാവും. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അമ്മ വരി, വിറക് പെറുക്കാൻ പോവാ.